എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ 1-ാം തീയതി എല്ലാവർക്കും വളരെ നല്ല ദിവസമായിരുന്നു എന്ന് കരുതുന്നു. നാളെയും വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ്. മുപ്പട്ട് ചൊവ്വാഴ്ചയാണ്, ഷഷ്ടിയുമാണ്. മുരുകഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ്. നമ്മളിൽ പലരും ഷഷ്ടി വ്രതമൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഷഷ്ടി വ്രതം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഷഷ്ടി വ്രതം മുടങ്ങാതെ എടുക്കുന്നത്. അതോടൊപ്പം നാളെ നമ്മളിതിനു മുമ്പ് വെറ്റില ദീപത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ നമ്മൾക്കൊക്കെ. ജോലി കിട്ടാനുള്ള ആഗ്രഹം, വിവാഹം വേഗം ശരിയാവാൻ, ഭൂമി സംബന്ധമായിട്ടുള്ള വീട് വയ്ക്കാനായിട്ടുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള നിരവധി ആഗ്രഹങ്ങളെ കൊണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങൾ ഒഴിഞ്ഞൊരു സമയം നമുക്കുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഉയർന്ന തലത്തിലെത്തണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് മതി എന്ന് പറയണമെങ്കിൽ. ഇപ്പോൾ പല ആഗ്രഹങ്ങൾ നമ്മളെ നയിക്കുന്നുണ്ടാവും. നമുക്കത് വേണം, ഇത് വേണം എന്നുള്ള പല ചിന്തകളും പേറിയിട്ടാവും നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്ന ആൾക്കാർ കൂടിയാണ് നമ്മളൊക്കെ, അല്ലേ? നമ്മുടെ ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എന്താഗ്രഹമാണെങ്കിലും വളരെ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെറ്റില ദീപം കൂടി വെച്ച് പ്രാർത്ഥിച്ചോളും. ആ വഴിപാട് ചൊവ്വാഹോര സമയത്ത്, ഈ ദീപ വഴിപാട് ചെയ്യുന്നത് ചൊവ്വാഹോര സമയത്താണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഭഗവാനോട് ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം എന്തു തന്നെയായാലും അദ്ദേഹം അത് നടത്തി തന്നോളും. അതുപോലെ തന്നെ ഷഷ്ടി വ്രതം എടുക്കുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വ്രതങ്ങളൊക്കെ എടുക്കാനായിട്ട്. പിന്നെ തീർച്ചയായിട്ടും അമ്പലങ്ങൾ അടുത്തുണ്ടെങ്കിൽ പോയി തൊഴുക. മുരുകഭഗവാന്റെ അമ്പലം ഉണ്ടെങ്കിൽ വിശേഷിച്ചും അവിടെ പോയിട്ട് തൊഴുക. ഇനി ഭദ്രകാളിയുടെ അമ്പലമാണെങ്കിൽ വളരെ വിശേഷമാണ്, അവിടെയും പോയി തൊഴുക. നിങ്ങൾക്ക് അമ്പലം ഏതാണോ അടുത്തുള്ളത് ആ അമ്പലത്തിൽ പോയിട്ട് തൊഴുക. വളരെ നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് നല്ല ദിവസങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എങ്ങനെയെങ്കിലും കണ്ടെത്തുക. നമ്മൾ സാധാരണ എണീക്കുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റാൽ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായി എത്തിത്തീരാൻ വേണ്ടിയിട്ട്, അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാനായിട്ട്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കാര്യം നന്നാവുന്നേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ മക്കളുടെയൊക്കെ കാര്യമായിരിക്കുമല്ലോ നമ്മുടെ എപ്പോഴും മനസ്സിലുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട്, നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരുക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. വെറ്റില ദീപം കൊളുത്തുന്നവർ വെറ്റില എന്തായാലും വീട്ടിലുണ്ടെങ്കിൽ സൗകര്യമായി, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 വെറ്റിലയല്ലേ വേണ്ടൂ. അത് നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള പണം കൊടുത്ത് വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് പിന്നെ നമുക്ക് ഖേദിക്കേണ്ടി വരരുത്. എനിക്ക് അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പിന്നീട് ഒരിക്കൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യുക. കാരണം പിന്നീട് അത് നമുക്കൊരിക്കലും ഒരു മനസ്സിലൊരു ഖേദം ഉണ്ടാവരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ നമുക്കറിയാവുന്ന നാമങ്ങൾ, അത് ഏത് നാമമാണെങ്കിലും നമുക്ക് ജപിക്കാം. നാമജപം എത്ര തന്നെ കൂടുന്നു അത്രയും പുണ്യമാണ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക്, ഇപ്പോൾ ഷഷ്ടി കവചമൊക്കെ ചെല്ലാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ജപിക്കുക, അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ, സമയം വളരെ കുറവുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നിരവധിയായിട്ടുള്ള നാമങ്ങളുണ്ട്. ഓം വജദ്ഭുവേ നമ എന്ന് ജപിക്കാം, ശരവണ നമ എന്ന് ജപിക്കാം, ശരവണഭവ, അതുപോലെ തന്നെ കുമാരായ നമ, സനൽകുമാരായ നമ, സ്കന്ദായ നമ, നിരവധി നാമങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ നാമങ്ങളൊക്കെ, അറിയുന്ന നാമങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഗ്രഹങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, മനസ്സറിഞ്ഞ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ നടത്തി തന്നോളും. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വളരെ ഒരു തടസ്സവും ഇല്ലാണ്ട്, വിഘ്നങ്ങളൊന്നുമില്ലാണ്ട്, അവരുടെ വിദ്യാഭ്യാസമായിക്കോട്ടെ, അവരുടെ ജോലി ആയിക്കോട്ടെ, അവരുടെ വിവാഹമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചൊവ്വാഴ്ച എല്ലാവർക്കും
ഷഷ്ഠീവ്രതം എടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ധാരാളമായിട്ട് ജപിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ഈ വെറ്റില ദീപം വഴിപാട് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, നിങ്ങളുടെയൊക്കെ മക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഭഗവാൻ നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ ഭഗവാൻ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.